പരിശീലിപ്പിക്കുന്ന ഈ വസ്ത്രം ഇനിമേലിൽ ഞാൻ ധരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വക്കീൽ പണി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 1922 അദ്ദേഹം പത്രാധിപരായി. അതിനിടയിൽ 1920-21 കാലത്താണ് അദ്ദേഹം സാഹിത്യ പഠനത്തിലേക്ക് തിരിയുന്നത്. പാശ്ചാത്യ സാഹിത്യത്തെക്കുറിച്ചും ഫ്രഞ്ച് ഭാഷയും പഠിക്കാനായിട്ട് കേസരി ആരംഭിക്കുന്നത് 1920-21 കാലത്താണ്. കേസരിയുടെ ജീവിതത്തെ ആകമാനം നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് ഭാഷാ പഠനമാണ് വലിയ തോതിൽ അദ്ദേഹത്തെ മാറ്റിമറിച്ച, അദ്ദേഹത്തിൻ്റെ വിചാര ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവം എന്ന് പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വീരകുമാരൻ എന്നു പേരുള്ളൊരു സുഹൃത്ത്, വീരകുമാരൻ നമ്മുടെ തിരുവാങ്കൂറിലെ സംഗീതത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ചെഴുതിയ ടി ലക്ഷ്മണൻ പിള്ളയുടെ മകൻ കൂടിയാണ് വീരകുമാരൻ. മ്യൂസിക് ഓഫ് ട്രാവൻകൂർ എന്ന പ്രശസ്തമായ ഗ്രന്ഥം ലക്ഷ്മണൻ പിള്ളയുടെയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. വീരകുമാരൻ വഴിയാണ് ഫ്രഞ്ച് സാഹിത്യത്തിലേക്ക് കേസരി എത്തിയത്. ഫ്രഞ്ച് സാഹിത്യത്തിലേക്കുള്ള കടക്കലാണ് വാസ്തവത്തിൽ ഇംഗ്ലീഷിനപ്പുറത്തേക്ക് കടക്കാൻ കേസരിക്ക് വഴി തുറന്നു കൊടുത്തത്. ഇംഗ്ലീഷിനപ്പുറത്തേക്കുള്ള കടക്കൽ കേസരിയെ മറ്റൊരു യൂറോപ്പിനെ കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ കേസരിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അത് ദിലീപ് മേനോൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കേസരി കണ്ടെത്തിയ യൂറോപ്പ് വാസ്തവത്തിൽ ബ്രിട്ടൻ ആധിപത്യമുള്ള യൂറോപ്പല്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായൊക്കെ നിലകൊള്ളുന്നത് ഇംഗ്ലണ്ടും ബ്രിട്ടനുമാണെങ്കിലും കേസരി ബ്രിട്ടനെ കേന്ദ്രമായൊരു യൂറോപ്പിനെ അല്ല കണ്ടത്. അപ്പോൾ തന്നെ ഫ്രാൻസും അതുപോലെ റഷ്യയും അതുപോലെ ഇറ്റലിയും ഒക്കെയുള്ള യൂറോപ്പായിരിക്കുമ്പോൾ പോലും വാസ്തവത്തിലുള്ള യൂറോപ്പല്ല, മറിച്ച് ഭാവനാത്മകമായൊരു യൂറോപ്പിനെയാണ് കേസരി സാഹിത്യത്തിലൂടെ കണ്ടെടുത്തത് എന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു കൊളോണിയൽ യൂറോപ്പിനെയല്ല, മറിച്ച് സാർവദേശീയതയുടെയും കലയുടെയും ഒരു സമാന്തര യൂറോപ്പിനെ ഭാവനാത്മകമായി സൃഷ്ടിച്ച് ആ ഭാവനാത്മക യൂറോപ്പിനെ തൻ്റെ പത്രരചനകളിലൂടെയും തൻ്റെ സാഹിത്യ വിമർശനത്തിലൂടെയും മലയാളത്തിൻ്റെ ഒരു മാതൃകയാക്കുകയാണ് ചെയ്തത്. നമ്മൾ പലപ്പോഴും കേസരിയുടെ സാഹിത്യ വിമർശനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാശ്ചാത്യ സാഹിത്യത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തി എന്ന് സാമാന്യമായിട്ട് പറയുക ചെയ്യുന്നത്. വാസ്തവത്തിൽ പാശ്ചാത്യ സാഹിത്യത്തെ അങ്ങനെ വെറുതെ പകർത്തി വയ്ക്കുകയോ പരിചയപ്പെടുത്തുകയല്ല കേസരി ചെയ്തത് എന്നത് വളരെ കൂടുതൽ നാം ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ചർച്ചയിൽ അത് നമുക്ക് വിശദമായിട്ട് പറയാം. എന്തായാലും സമദർശി എന്ന പത്രത്തിൻ്റെ പത്രാധിപത്യത്തിലേക്ക് കേസരി എത്തുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന് കോളേജിൽ നിന്ന് ലഭിച്ചിരുന്ന ശമ്പളത്തിൻ്റെ ഏതാണ്ട് 4% പങ്ക് ശമ്പളമേ പത്രാധിപരായിട്ട് കിട്ടുന്നുള്ളൂ. എങ്കിലും സാമൂഹികമായി ഇടപെടാൻ കൂടുതൽ കഴിയുന്നത് പത്രാധിപത്യം കൊണ്ടാണ് എന്നതുകൊണ്ട് വക്കീൽ പണിയും അതിനു മുമ്പുള്ള കോളേജ് ജോലിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് പത്രാധിപ ജീവിതം അദ്ദേഹം ഏറ്റെടുക്കുന്നു. സമദർശി എന്നു പേരായ അന്നത്തെ കുളക്കുന്നത്ത് രാമൻ മേനോൻ എന്ന ഒരാളുടെ ഉടമസ്ഥതയിലായിരുന്നു പത്രം. രാമൻ മേനോൻ്റെ പത്രാധിപര് കുന്നത്ത് ജനാർദ്ദന മേനോൻ, അദ്ദേഹവും പത്രോടമയും തമ്മിലുള്ള തർക്കം വന്ന സമയത്താണ് കേസരി പത്രാധിപത്യം സ്വീകരിക്കുന്നത്. പത്രാധിപരായി അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ തൻ്റെ പത്രാധിപ പ്രവർത്തനത്തിൽ ഒരു നിലയിലും ഉടമയുടെ അഭിപ്രായം കടന്നു വരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ആ വ്യവസ്ഥയിലാണ് അദ്ദേഹം പത്രാധിപത്യം സ്വീകരിക്കുന്നത്. രാമൻ മേനോൻ ഇടപെട്ടിരുന്നില്ല. രാമൻ മേനോൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരുമകൻ ഉടമയായി തീർന്ന സമയത്ത് അദ്ദേഹം സർക്കാരിനെതിരായ, പ്രത്യേകിച്ചും രാജാവിനെതിരായ കേസരിയുടെ വിമർശനങ്ങളിൽ അസ്വസ്ഥനാവുകയും വിമർശനം മയപ്പെടുത്തണം എന്ന് കേസരിയോട് ആവശ്യപ്പെട്ട സമയത്താണ് കേസരി സമദർശി പത്രാധിപത്യം ഉപേക്ഷിക്കുന്നത്. പത്രാധിപർ എന്ന നിലയ്ക്ക് കേസരിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട്, അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങളാണ് പത്രത്തിന് ചെയ്യാനുള്ളത്. ഒന്ന് പൊതുജനാഭിപ്രായ രൂപീകരണം, 2 പൊതുജനാഭിപ്രായ പ്രകാശനം. പൊതുജനാഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുക എന്നതും പൊതുജനാഭിപ്രായങ്ങളെ പ്രകാശിപ്പിക്കുക എന്നതും. ഇതിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നത് താരതമ്യേന കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം സ്വയം കരുതിയിരുന്നു. കാരണം തിരുവിതാംകൂറിനെ പോലെ ഒരു നാട്ടുരാജ്യത്ത് അന്ന് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത് മതത്തിൻ്റെയും രാജഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും അതുപോലെ ഐതിഹ്യങ്ങളുടെയും ഒക്കെ പിന്നോക്കമായ പിടിയിൽപ്പെട്ട് കിടക്കുകയാണ്. ഇതിനെതിരെ ആധുനികമായ ജനാധിപത്യ മൂല്യങ്ങളുടേതായ ഒരു പൊതുജന അവബോധത്തെ രൂപപ്പെടുത്തുക എന്നത്
തൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതുകൊണ്ട് പൊതുജനാഭിപ്രായങ്ങളെ പ്രകാശിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യം അഭിപ്രായ രൂപീകരണം എന്നതിന് വേണം എന്ന് അദ്ദേഹം കരുതുകയും അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗങ്ങളിലൂടെയൊക്കെ അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. സമദർശിയിൽ എഴുതിയ മുഖപ്രസംഗങ്ങളിൽ തന്നെ കേസരി മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വിസ്മയം തോന്നാവുന്ന ധാരാളം അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. 1920, 22, 26 കാലമാണ്. കേസരി പറഞ്ഞൊരു കാര്യം, നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാകണം. അന്ന് പൊന്നുതമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്നെല്ലാം പറയുന്നൊരു കാലത്ത് കേസരി പറഞ്ഞത് നാട്ടുരാജ്യങ്ങൾ ഇല്ലാതാകണം, ഭൂപ്രഭുക്കന്മാർക്ക് നിയമസഭയിലുള്ള പ്രത്യേകമായ മണ്ഡലങ്ങൾ എടുത്തു കളയണം, അതുപോലെ ഭൂമി ഏറ്റെടുത്ത് പൊതുവായി വിതരണം ചെയ്യണം, ഐക്യകേരളം എന്ന ആശയം ശക്തിപ്പെടുത്തണം, ബാങ്കുകൾ ദേശസാൽക്കരിക്കണം, ജനാധിപത്യത്തിൻ്റെ മാതൃകയായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭൂരിപക്ഷത്തെ പരിഗണിക്കുന്ന ഗ്രീക്ക് മാതൃകയല്ല സ്വീകരിക്കേണ്ടത്, മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ തിരിച്ചു വിളിക്കാൻ അവകാശമുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം സമദർശിയിൽ എഴുതുന്നുണ്ട്. ഉത്തരവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ആലോചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നിയമസഭയോട് പ്രതിബദ്ധമായ ഉത്തരവാദ ഭരണ സംവിധാനം ഉണ്ടാകേണ്ടതാണ് എന്ന് അദ്ദേഹം എഴുതുകയും ചെയ്തു. ഇങ്ങനെ 1922, 26 കാലത്ത് മുഖപ്രസംഗങ്ങളിലൂടെ സമദർശിയിലെ ലേഖനങ്ങളിലൂടെ കേസരി അവതരിപ്പിച്ച ആശയങ്ങൾ തന്നെ ഒരാധുനിക ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരുന്നു. അന്ന് നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളെ കേസരി വലിയ തോതിൽ പിന്തുണച്ചു. വൈക്കം സത്യാഗ്രഹം, അദ്ദേഹം 3 പ്രധാന സത്യാഗ്രഹങ്ങളെയും പിന്തുണച്ചു. വൈക്കം സത്യാഗ്രഹം, അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹത്തെ സംബന്ധിച്ച ഒരു കേസ് കോടതി കൈകാര്യം ചെയ്തതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് എ നാരായണപിള്ള എന്നൊരാൾ എഴുതിയ ലേഖനം പ്രബോധകൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസരി ഒരു മുഖപ്രസംഗവും എഴുതി. ആ ലേഖനവും മുഖപ്രസംഗവുമാണ് പ്രബോധകൻ അടച്ചുപൂട്ടുന്നതിന്, കണ്ടുകെട്ടുന്നതിന് കാരണമായത്. ഈ 3 സന്ദർഭങ്ങളിലും കേസരി സംശയമില്ലാതെ ഇതിനെ പിന്തുണച്ചു. 1924 ജൂൺ 26 കേസരി എഴുതിയ മുഖപ്രസംഗം അത് ഇന്ത്യയിലെ പല പത്രങ്ങളും പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അകാലികളുടെ പത്രം, ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പത്രം, ഇതൊക്കെ കേസരിയുടെ ആ മുഖപ്രസംഗം അന്നത്തെ മുഖപ്രസംഗത്തെ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രസംഗത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിനെതിരെ, നിയമസഭയ്ക്കുമെതിരെയുള്ള കേസരിയുടെ ചില വാക്യങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. വഴിനടപ്പ് അവകാശത്തിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിച്ച സമയത്ത് അത് നിയമസഭ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞു. അതിനെക്കുറിച്ച് കേസരി എഴുതുന്നത്, ശാപഗ്രസ്തമായ വഞ്ചിയുടെ നശിച്ച നല്ല പേര് വീണ്ടെടുക്കാനുള്ള ഒരു സുവർണാവസരം നിയമസഭ പാഴാക്കി. തിരുവിതാംകൂർ ലോകമാസകലം പരത്തിക്കൊണ്ടിരിക്കുന്ന ദുസ്സഹമായ ദുർഗന്ധത്തെ ശമിപ്പിക്കാനുള്ള ഒരു സുവർണാവസരത്തെ അത് 1000 മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് നിയമസഭ ഉപയോഗപ്പെടുത്തിയത്. ഈ നാട്ടിലെ അർദ്ധഭാഗം ജനങ്ങൾ മൃഗങ്ങളെക്കാൾ നികൃഷ്ടരാണ് എന്ന് തിരുവിതാംകൂർ നിയമസഭ വിധിച്ചിരിക്കുന്നു. ഒരു നിയമസഭയ്ക്ക് ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത സകല ദുർഗുണങ്ങളുടെയും നികേതമായ ഇപ്പോഴത്തെ നിയമസഭ വഞ്ചിനാട്ടിനും ഭാരതത്തിനും മനുഷ്യവംശത്തിനും തീരാക്കളങ്കം ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. അന്യായം കൊണ്ട് അരമനയും മതദ്രോഹം കൊണ്ട് ദേവാലയവും കെട്ടുന്ന തിരുവിതാംകൂറിലെ സവർണ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ നിഷ്പക്ഷ നില സ്വീകരിക്കാൻ നിവർത്തിയില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഇതുമൂലം ലോകരുടെ ദൃഷ്ടിയിൽ ഗവൺമെൻറ് പൂർവാധികം അധപ്പതിച്ചു പോയിട്ടുണ്ട്. നാണവും മാനവും രാജ്യസ്നേഹവും ധൈര്യവും മതസ്നേഹവും ഭൂതദയും ഈശ്വര ബഹുമാനവും ദൂരദൃഷ്ടിയും ഇല്ലാത്ത തിരുവിതാംകൂർ ഗവൺമെൻറ് പക്ഷേ ഇതിനെയും ഒരു ബഹുമാനമായി മാത്രമേ പരിഗണിക്കൂ. ഇങ്ങനെ നിശിതമായ കേസരിയുടെ
പത്രലേഖനങ്ങളിൽ അല്ല മറ്റ് ലേഖനങ്ങളിൽ കാണുന്ന സംയമമുള്ള ഭാഷയിലല്ല കേസരി മുഖപ്രസംഗങ്ങൾ എഴുതുക. അതിനിശിതമാണ്. ഇതിനേക്കാളൊക്കെ നിശിതമായ ഭാഷയിൽ പിന്നീടും കേസരി എഴുതുന്നുണ്ട്. എന്തായാലും ഈ വൈക്കം സത്യാഗ്രഹത്തെയൊക്കെ പിന്തുണയ്ക്കുക. പിന്നീട് ഇതേ കാലത്താണ് സമദർശി ദിനപത്രമാകുന്നത്. കേരളത്തിലെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ദിനപത്രം കേസരി സമദർശിയുടെ പത്രാധിപരായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് മാത്രം അത് ദിവസം തോറും അച്ചടിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് ഉണ്ടാകുന്നത്. സമദർശി ആദ്യം പ്രതിവാര പത്രമായിരുന്നു. കേസരി ചുമതലയേറ്റപ്പോൾ ആഴ്ചയിൽ 3 ദിവസമായി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് അത് ആഴ്ചതോറും അച്ചടിച്ച് ദിവസം തോറും അച്ചടിച്ച് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും മലയാളത്തിലെ ആദ്യത്തെ ഒരു ദിനപത്രത്തിൻ്റെ പദവിയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു. കേസരിയുടെ ഈ നിശിതമായ കടന്നാക്രമണമാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ പത്രമാരണ നിയമത്തിന് കാരണമായത്. അതിനു മുമ്പ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയിട്ടുണ്ടെങ്കിലും പത്രങ്ങളെ പൊതുവായി മെരുക്കാൻ വേണ്ട ഒരു നിയമം പ്രത്യേകമായിട്ടുണ്ടാക്കിയിരുന്നില്ല. മറിച്ച് കേസരിയുടെ വിമർശനങ്ങളുടെ മൂർച്ച കൂടിക്കൂടി വന്നപ്പോൾ അതിലൊരു കൗതുകമുള്ളത്, ദിവാൻ എം വാട്സ് എന്ന് പറയുന്ന ഒരു പാശ്ചാത്യനാണ് ആ പത്രമാരണ നിയമം കൊണ്ടുവന്നത്. പത്രമാരണ നിയമം എന്നല്ല കേട്ടോ, 5th റെഗുലേഷൻ എന്നാണ് അതിൻ്റെ പേര്. കേസരിയാണ് അതിന് പത്രമാരണ നിയമം എന്ന പേരിട്ടത്. ഈ ദിവാൻ വാട്സ് ദിവാനായ സമയത്ത് അതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് കേസരി. കാരണം ഈ തിരുവിതാംകൂറിലെ ദിവാൻമാർ പൊതുവെ സവർണ പ്രമാണിമാരാണ്. അങ്ങനെ അല്ലാത്തൊരാൾ ദിവാനാകുന്നത് തിരുവിതാംകൂറിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് എന്നതുകൊണ്ട് ആദ്യം അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത ഒരാളാണ്. പക്ഷേ തിരുവിതാംകൂറിനെതിരായ ഈ വിമർശനങ്ങൾ ശക്തിപ്പെട്ടു വന്നപ്പോൾ ദിവാൻ തന്നെ കേസരിയെ മെരുക്കാൻ വേണ്ടി ഒരു പൊതു നിയമം കൊണ്ടുവന്നു. ആ പൊതു നിയമത്തിൻ്റെ വ്യവസ്ഥ 500 രൂപ കെട്ടിവെച്ച് ലൈസൻസ് എടുക്കണം. തിരുവിതാംകൂർ ഗവൺമെൻറ്റിനോ തിരുവിതാംകൂറിലെ രാജകുടുംബാംഗങ്ങൾക്കോ ബ്രിട്ടീഷ് ഭരണകൂടത്തിനോ അപ്രിയമുണ്ടാകുന്ന എന്തെങ്കിലും എഴുതിയാൽ പത്രത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്നതാണ്. പിന്നെ കിട്ടണമെങ്കിൽ 1000 രൂപ കെട്ടിവെക്കണം. വീണ്ടും റദ്ദാക്കിയാൽ പിന്നെ പത്രത്തിന് ലൈസൻസ് ലഭിക്കുന്നതല്ല. ഇങ്ങനെ ഒരു വ്യവസ്ഥ 5ാം റെഗുലേഷൻ എന്ന പേരിൽ കൊണ്ടുവന്നു. കേസരി അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം അഴിച്ചുവിട്ടു. അദ്ദേഹം തിരുവിതാംകൂറിലെ പത്രപ്രവർത്തകരെ മുഴുവൻ സംഘടിപ്പിച്ച് ആദ്യമായിട്ട് 1922 ജൂൺ 2 പത്രപ്രവർത്തക സംഘം എന്നൊരു കൂട്ടായ്മയുണ്ടാക്കി ഇതിനെതിരെ തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധ യോഗം നടത്തി. അദ്ദേഹം അന്ന് എഴുതിയ മുഖപ്രസംഗം, ഈ ദിവാനെതിരെ എഴുതിയ മുഖപ്രസംഗം, വളരെ ശക്തമായ മുഖപ്രസംഗം അദ്ദേഹം അതിനെതിരെ എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ സീമാതീതമായ പൊതുജനദ്രോഹം ചെയ്യുന്നതിന് റീജന്റിനെ ഉപദേശിച്ച, അന്ന് റീജന്റ് ഭരണമാണ്, മറ്റേ ചിത്ര തിരുനാളിന് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് റീജന്റായി ലക്ഷ്മിഭായി ഭരിക്കുന്ന കാലമാണ്, ദിവാൻ വാട്സാണ്. ഈ സീമാതീതമായ പൊതുജനദ്രോഹം ചെയ്യുന്നതിന് റീജന്റിനെ ഉപദേശിച്ച ധൂമകേതുവായ മിസ്റ്റർ വാട്സിൻ്റെ ഭരണം തിരുവിതാംകൂർ ചരിത്രകാരന്മാർ രക്തലിപികളാൽ രേഖപ്പെടുത്തുന്നതാണ്. ശേഷിയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും കണിക പോലുമില്ലാത്ത തിരുവിതാംകൂറിലെ മുസോളിനിയായ ഈ രാജ്യദ്രോഹി അവധിയിൽ മാത്രമേ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന കേൾവി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിരറ്റ ദുഃഖമുളവാക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെ പൊതുജന നാവുകളായ പത്രങ്ങളെ കൂട്ടക്കൊല ചെയ്ത് തിരുവിതാംകൂറിലെ ഒടയർ എന്ന നാമത്തെ അർഹിക്കുന്ന മിസ്റ്റർ വാട്സിന് താൻ ഹിംസിച്ച പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കാൻ ലജ്ജ തോന്നിയത് കൊണ്ടായിരിക്കാം ഒടയറിനെ പോലെ ആ ദുഷ്പ്രഭു അതിവേഗത്തിൽ കൃത്യസ്ഥലം വിട്ടുപോയത്. ഈ സ്വേച്ഛാപ്രഭു മേലാൽ തിരുവിതാംകൂറിൽ ഒരു നിമിഷം പോലും ദിവാൻജിയായിരിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗവൺമെൻറ്റിൻ്റെ ഈ ഘാതക കൃത്യത്തെപ്പറ്റി പ്രതിഷേധിക്കേണ്ട കടമ പൊതുജനങ്ങൾക്കും നിയമസഭയിലെ അനുദ്യോഗസ്ഥ അംഗങ്ങൾക്കുമുണ്ട്. നിയമസഭാംഗങ്ങൾക്ക് ചവിട്ടിയ കാൽ നക്കുന്ന പട്ടിയുടെ സ്വഭാവമില്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ അവർ രാജിവെക്കുക തന്നെ ചെയ്യും. ഈ കർത്തവ്യം ഈ 2 കൂട്ടരും നിർവഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ അതിനിശിതമായ ആക്രമണമാണ് അതിനെതിരെ അദ്ദേഹം നടത്തുന്നത്. ഈ ആക്രമണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രത്തിൻ്റെ ഉടമയായ കൊളക്കുന്നത്ത് രാമൻ മേനോൻ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ പത്രത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് വരികയും ചെയ്തത്. അങ്ങനെ ഉടമസ്ഥതയിലേക്ക് വന്നതോടെ പത്രവിമർശനം മയപ്പെടുത്തണം,
അല്ലെങ്കിൽ പത്രം നിലനിന്ന് പോകില്ല, താൻ വെല്ലുവിളികളെ നേരിടേണ്ടി വരും എന്ന് വക്കം മൗലവിയുടെയൊക്കെ അനുഭവം അറിയുന്നതുകൊണ്ട് ശങ്കരമേനോൻ കേസരിയോട് ആവശ്യപ്പെട്ടു. കേസരി രാമൻ മേനോനുമായുള്ള എഗ്രിമെൻറ്റിൻ്റെ കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പത്രനയത്തിൽ ഇടപെടില്ല എന്ന അടിസ്ഥാനത്തിലാണ് താൻ ചുമതലയേറ്റത് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ശങ്കരമേനോൻ അതിന് വഴങ്ങാൻ തയ്യാറായില്ല. സ്വദേശാഭിമാനി എന്ന പേരിനോടൊപ്പം നാം ഓർക്കേണ്ട വലിയ പേരാണ് കേട്ടോ വക്കം മൗലവി. കാരണം വക്കം മൗലവിയെ പോലൊരു പത്രാധിപരില്ലായിരുന്നുവെങ്കിൽ, സ്വദേശാഭിമാനിയെ പോലെ ഒരു പത്ര ഉടമയില്ലായിരുന്നുവെങ്കിൽ സ്വദേശാഭിമാനിയെ പോലെ ഒരു പത്രാധിപർ അന്ന് ഉണ്ടാവുക സാധ്യമേ അല്ലായിരുന്നു. എന്നതുപോലെ ആയിരുന്നു കേസരിയും പ്രതീക്ഷിച്ചത്. പക്ഷെ അത് സാധ്യമായില്ല. അതുകൊണ്ട് 1926 ജൂൺ 19 അദ്ദേഹം സമദർശിയുടെ പത്രാധിപത്യം രാജിവെച്ചു. 4 വർഷവും 1 മാസവും നീണ്ടു നിന്നതായിരുന്നു കേസരിയുടെ ഒന്നാമത്തെ പത്രാധിപ ജീവിതം. ഈ കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം അവതരിപ്പിച്ച ചില ആശയങ്ങളുണ്ട്. ഇന്ന് കൗതുകം തോന്നാവുന്നതാണ്. പെൻഷൻ പ്രായം 55